ഒന്നുമില്ലല്ലോ, അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. നമുക്കിന്ന് രാവിലത്തെ ദൈവവചനത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. വഴിയിലിരുന്ന അന്ധനായ ഭിക്ഷക്കാരൻ യേശുവിനെ വിളിച്ചപ്പോൾ യേശു നിന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് വന്നാലും പാപിയാണെങ്കിലും പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാനുള്ള വഴികൾ തുറക്കും. കർത്താവെ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം നൽകി തരണമേ. വചനത്തെ പ്രകാശിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. മത്തായി സുവിശേഷത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് ആരാധനയെക്കുറിച്ചുള്ള വേദഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷയപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. വളരെ ദൂരെ നിന്ന് കുറച്ച് മനുഷ്യർ ഏകദേശം 2000 കൊല്ലം മുമ്പ് ഒരു ദിവ്യ നക്ഷത്രം കണ്ടു എന്ന കാരണത്താൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഐഡിയ അനുസരിച്ച് അവർ ഈ നക്ഷത്രം എന്തോ ഒരു കാര്യം അവരോട് പറയുന്നു എന്നവർ മനസ്സിലാക്കി അവർ യാത്ര തിരിച്ചു. ഇന്നത്തെ പോലെ മാപ്പിംഗ് സിസ്റ്റം ഇല്ല, ഗൂഗിൾ മാപ്പ് ഇറങ്ങിയിട്ടില്ല, റോഡ് മാപ്പ് പോലും ഇല്ലാത്ത കാലത്ത് ഇവർ ഈ ഗോളങ്ങളെ നോക്കി നക്ഷത്രത്തെ നോക്കി യാത്ര തിരിച്ചു. ഇവിടുന്ന് പോയിന്ന് വരെ സങ്കല്പമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന വിദ്വാൻമാർ, അവരിൽ ഒരു കുടുംബം ഇവിടെ നിന്നാണെന്ന് വരെ സങ്കല്പമുണ്ട്, പിറവത്തു നിന്നാണെന്ന്. അപ്പോൾ ദൂരം എത്രയുണ്ടെന്ന് കൂട്ടി നോക്കി. ഏതായാലും ഇവിടുന്നാകണം എന്നില്ല, എന്തായാലും ദൂരമുണ്ട്. കാരണം ഇവരേകദേശം 8 മാസം കൊണ്ടാണ് ഇവരുടെ നാട്ടിൽ നിന്ന് ബേത്ലഹേമിലെത്തിയത്. 1 കൊല്ലം ഏകദേശം എടുത്തു. അപ്പം അത്രയും നീണ്ട യാത്ര ഇവർ ചെയ്തെങ്കിൽ ദൂരെ നിന്നാണെന്നുള്ളത് സത്യം. പിന്നെ ഇന്നത്തെ പോലെയുള്ള വാഹനങ്ങൾ, വേഗതയുള്ള വാഹനങ്ങളില്ല. ഇങ്ങനെ അവരവിടെ വന്നു. ഇവർക്കല്പം വഴി തെറ്റി. ഇവരൊരു രാജാവ് ജനിക്കുന്നു എന്നാണ് ഇവരുടെ ശാസ്ത്രപ്രകാരം അറിവ് കിട്ടിയത്. രാജാവാണെന്നുള്ള നിഗമനത്തിൽ അവർ രാജകൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചു. അതവർക്കൊരു തലവേദനയായി തീർന്നു. അന്നത്തെ നിലവിലുള്ള രാജാവ് ഈ വിഷയത്തിൽ വല്ലാതെ പരിഭ്രമിക്കുകയും അദ്ദേഹം പല തെറ്റായ ദോഷപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്തു. ഇവരവിടെ നിന്ന് ഇറങ്ങി ബേത്ലഹേമിലേക്ക് വീണ്ടും പോയി. ഇവർ കണ്ട നക്ഷത്രത്തെക്കുറിച്ച് 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 10-ാമത്തെ വാക്യം വായിച്ചു.
നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ഇനി 9-ാമത്തെ വാക്യം. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ നക്ഷത്രം മൂവ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. മാത്രമല്ല ഇതൊരു വഴികാട്ടിയായ നക്ഷത്രമായിരുന്നു. കറക്റ്റ് ആ കുഞ്ഞിൻ്റെ ആ വീട് വരെ വന്ന് നിന്നു. ഇതൊരു അത്ഭുതമാണ്. അതൊരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ള അനേക അത്ഭുതങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ ഇന്ന് നമ്മെ യേശുവിലേക്ക് നടത്തുന്ന വഴികാട്ടികൾ ഉണ്ടോ? ഉണ്ട്. അന്ന് നക്ഷത്രം അവരെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവർ നക്ഷത്രത്തെ അല്ല ആരാധിച്ചത്, ക്രിസ്തുവിനെയാണ് ആരാധിച്ചത്. ഇന്ന് നിങ്ങളെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും നടത്തുന്നുണ്ടോ? അവരാണ് ഇന്നത്തെ നക്ഷത്രം. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, മതത്തിലേക്കല്ല, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്. അതാണ് സുവിശേഷകൻ്റെ ജോലി. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും ലോകം മുഴുവനുള്ള മനുഷ്യരെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തു ചുമതലപ്പെടുത്തിയവരാണ് യഥാർത്ഥ സുവിശേഷകർ. ഓർക്കുക, നിങ്ങളെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നടത്തുന്നവരെ വിശ്വസിക്കാം, അല്ലാത്തവരെ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളെ തങ്ങളിലേക്കോ മറ്റെന്തെങ്കിലേക്കോ അടുപ്പിക്കുന്നവരെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പ്രസംഗത്തിലൂടെ, പാട്ടിലൂടെ, എഴുത്തിലൂടെ, സ്നേഹത്തിലൂടെ, ലോഹ്യത്തിലൂടെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. ഒരു പ്രയറിന് പോയതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടടുത്തെങ്കിൽ ആ പ്രയർ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഒരാരാധനയ്ക്ക് പോയതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടടുത്തെങ്കിൽ ആരാധന നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടടുത്തെങ്കിൽ ആ പുസ്തകം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇന്നലേക്കാൾ ഇന്ന് ക്രിസ്തുവിനോടടുക്കുക. ഇതിനിടയിൽ നമ്മെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ചിന്തകളോ നമ്മുടെ ബുദ്ധി, നമുക്കിച്ചിരി അറിവുള്ളവരാണെങ്കിൽ ആ അറിവ് ചിലപ്പം നമ്മളെ വഴിതെറ്റിക്കും. ഇവരറിവുള്ളവരായിരുന്നത് കൊണ്ടാണ് ഇവർ കൊട്ടാരത്തിലോട്ട് പോയത്. അറിവ് മാത്രമല്ല, ഇവർക്ക് സ്വാധീനവും ഉണ്ടായിരുന്നു, ഇവർക്ക് പിടിപാടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ലതാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ യേശുവിനെ അറിയാൻ പിടിപാട് വേണ്ട. യേശുവിനെ അറിയാൻ വലിയ ബുദ്ധി വേണ്ട. ചില പിടിപാടും അതിബുദ്ധിയുള്ളവൻ അപകടത്തിൽപ്പെടും. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ടത് വെളിപ്പാടാണ്. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ടത് നക്ഷത്രമാണ്. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ടത് വചനമാണ്. ബുദ്ധിയും ആൾ സ്വാധീനവും പിടിപാടും ഒരു പക്ഷേ നിങ്ങളെ അപകടത്തിലേക്ക് വീഴിക്കും. അങ്ങനെ അവർ വഴിതെറ്റിയെടുത്തുനിന്ന് കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചിറങ്ങി നക്ഷത്രത്തിൽ ആശ്രയിച്ച് അവർ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ അവരുടെ യാത്ര സഫലമായി തീർന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ആരാധനയെക്കുറിച്ചാണ്. എങ്ങനെ ആരാധിക്കണം നോക്കിയേ. വാക്യം 11 ഒന്നും കൂടെ. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. അത് പ്രമാണമല്ല,
പ്രവൃത്തിയാണ് ഇപ്പോൾ വായിച്ചത്. എന്നാൽ പ്രമാണം ഞാൻ കാണിച്ചു തരാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് പ്രമാണം. എന്താ പ്രമാണവും പ്രവൃത്തിയെന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് വിശദീകരിക്കാം. ആവർത്തനം 6-4-5 വാക്യങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്നല്ല എഴുതിയിരിക്കുന്നത്, ഒരു റിപ്പോർട്ടല്ല. ഇന്നിടത്ത് ഇന്നയാൾ ഇന്ന പോലെ ദൈവത്തെ ആരാധിച്ചു എന്നല്ല നമ്മൾ എഴുതിയിരിക്കുന്നത്. എങ്ങനെ ആരാധിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്ന കൽപ്പനയാണ് കാണുന്നത്. ഒന്നുകൂടെ വായിച്ചു 4-5. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഇങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടത്, സേവിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, സാക്ഷിക്കേണ്ടത്. പകുതി മനസ്സോടെ ചെയ്താലോ? യെശയ്യാവ് എഴുതിയിരിക്കുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾ ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ, പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ചെന്നാൽ ഒരു 70% ജീവനക്കാരും പകുതി മനസ്സോടെയാണ് ജോലി ചെയ്യുന്നത്. പൂർണ്ണ മനസ്സോടെ ജോലി ചെയ്യുന്നവർ വളരെ കുറവാണ്. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഒരു ഉറക്കം തൂങ്ങിയതുപോലെ കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. എന്നാൽ പരിഷ്കൃത രാജ്യങ്ങളിൽ അത് നടക്കില്ല. ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടുകാരന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേന്ന് ഓർത്ത് പുള്ളി എന്നെയും കൂടെ വണ്ടിയെ കയറ്റി. വണ്ടിയിൽ ഇരുത്തണ്ടെന്ന് ഓർത്ത് ബാങ്കിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ബാങ്കിൽ കയറിയപ്പോൾ കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ള ഒരു സിറ്റ് ഔട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നു. അതെല്ലാം നല്ല മനോഹരമായ സ്ഥലം. ഞാൻ അവിടെ ഇരുന്ന് അവിടെ കിടക്കുന്ന ഏതൊരു ബുക്ക് എടുത്ത് വായിച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്ന സഹോദരൻ ബാങ്കിങ്ങിനകത്തോട്ട് പോയി. ഞാനൊരു 5 മിനിറ്റോളം ഇരുന്നപ്പോൾ മാനേജർ അയാളുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ വന്നാൽ ഞാൻ ഇവിടെ ഇരുന്നോളാം, ഒരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. ഇതാണ് വ്യത്യാസം. ഞാൻ നോക്കി അയാൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചെന്ന് നോക്കുമ്പോൾ മാനേജറുടെ റൂമിലോട്ടാണ് കയറിയത്. മാനേജറാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്തുവാ? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് തൃപ്തരാണോ എന്നറിയണം. ഇങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്, പക്ഷെ കുറവാണ്, വളരെ കുറവാണ്. ഞാൻ എന്താ പറയാൻ വന്നത്? പൂർണ്ണ മനസ്സോടെ ജോലി ചെയ്യുന്നവരില്ലാത്ത രാജ്യമായത്. ഉണ്ടായിരുന്ന ഈ രാജ്യം എത്ര നന്നായനെ. പൂർണ്ണ മനസ്സോടെ എന്തെങ്കിലും ചെയ്യുമോ? ഭക്ഷണം കഴിക്കുന്നത് മാത്രം ചെയ്യും. ബൈബിളിൻ്റെ പ്രമാണം കേട്ടുകൊള്ളുക. ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ. ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണ മനസ്സോടെ വേണം. അങ്ങനെയാണ് ദൈവ വേല ചെയ്യേണ്ടതോ. പൂർണ്ണ മനസ്സോടെ വേണം. പാടുന്നത് പൂർണ്ണ മനസ്സോടെ, സ്തുതിക്കുന്നത് പൂർണ്ണ മനസ്സോടെ, ബൈബിൾ വായിക്കുന്നത് പൂർണ്ണ മനസ്സോടെ, പ്രസംഗിക്കുന്നത് പൂർണ്ണ ശക്തിയോടെ. ഇതിനകത്തൊന്നും പകുതി വെച്ച് ചെയ്യരുത്. പൂർണ്ണമായി ചെയ്തവരൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. വിമാനം കണ്ടുപിടിച്ചവൻ എന്തൊരു കഠിന ജോലിയാണ് ചെയ്തത്.
ലോകത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്തവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണ ശക്തിയോടെ ചെയ്താൽ നീ തോറ്റുപോകയില്ല, നീ ഒരു കാലത്തും ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണ മനസ്സോടെയാണെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്നത് പൂർണ്ണ ശക്തിയോടെയാണെങ്കിൽ നീ ലജ്ജിച്ചു പോകയില്ല. നോക്കി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വിദ്യാഭ്യാസവും പിടിപാടും വിവരവുമുള്ള ഈ വിദ്വാൻമാർ 8 മാസത്തിൽ കൂടുതൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാവും പൈസ ഉള്ളവർക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, വിദ്യാഭ്യാസം ഉള്ളവർക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടുകാരൊന്നും അങ്ങനെ പോകുന്നില്ല. വളരെ കുറച്ച് പേർക്ക് എങ്ങനെ പോകാൻ പറ്റുള്ളൂ. അനേക മാസങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിനുള്ള ഫണ്ട് കൈ വേണ്ടേ, അതിന് ഒരുവിധം ഭാഷയൊക്കെ അറിയണ്ടേ. ഇത്രയും അറിവുള്ള ഈ മനുഷ്യർ വന്നിട്ട് എങ്ങനെ ആരാധിച്ചെന്ന് നോക്കിയേ. വാക്യം 11. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് വായിച്ചോ. ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. വീണെന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഇത് ഒരു റിപ്പോർട്ടാണ്, അതൊരു പ്രവൃത്തിയാണ്. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ വായിച്ചതൊരു പ്രമാണമാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അതിൻ്റെ മുഴു ബഹുമാനത്തോടുകൂടെ വേണം. നീ വലിയ പുള്ളിയാകരുത്, നീ ഒരു പുഴുവാണെന്ന് ഓർക്കണം. ഇന്നിവിടെ നിന്ന് എഴുന്നേറ്റ് പോണേ ദൈവം അനുവദിക്കണം, ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് കൈ ഇങ്ങനെ വിറയ്ക്കത്തേ ഉള്ളൂ, എഴുന്നേക്കത്തില്ല. ഈ നെർവ് സിസ്റ്റത്തിൽ ഒരു ബ്ലോക്ക് വന്നാൽ മതി, കസര നീ അനങ്ങുകയല്ല. എന്തോ ഒരു സാധനങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയോ. അതിൽ ഒരെണ്ണം ബ്ലോക്കായാൽ ഇവിടുന്ന് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകേണ്ടി വരും. ഇതിൻ്റെ എല്ലാം കൺട്രോളിങ് സിസ്റ്റം കയ്യിലിരിക്കുന്ന മഹാദൈവത്തെ ആരാധിക്കുന്നത് എത്ര താഴ്മയോടെ വേണം, എത്ര ബഹുമാനത്തോടെ വേണം, എത്ര ആത്മാർത്ഥതയോടെ വേണം. ഹല്ലേലൂയ. ഇതറിയാവുന്നത് കൊണ്ട് അവർ വീണു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വിവരമുള്ളവൻ അവനെ ബഹുമാനമുള്ളൂ, അവൻ മാത്രമേ മറ്റുള്ളവരെ ബഹുമാനിക്കത്തുള്ളൂ. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വീണു. ഇനി മറ്റൊന്ന്, ആരുടെ മുമ്പിലാന്ന് നോക്കി. ശിശുവിനെ, പ്രായമാകാത്ത ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ അവർ വീണെങ്കിൽ അവരാ കുഞ്ഞിൽ ദൈവത്തെ കണ്ടു. ഇതൊരു കുഞ്ഞല്ല, ഇത് ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. അതൊരു ഡിവൈൻ റെവലേഷനാണ്. ഒരു ദിവ്യ വെളിപ്പാടുള്ളവർക്കേ കർത്താവിനെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. പത്രോസ് യേശുവിനെക്കുറിച്ച് പറഞ്ഞ വാചകം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു ആരാണെന്നുള്ള വെളിപ്പാടാണ് ആരാധനയ്ക്കൊരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന ചുരുക്കം ആളുകൾക്ക് എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഈ തൊട്ടപ്പുറത്ത് വലിയ ഉത്സവം നടക്കുകയല്ലേ, ഉയർപ്പിൻ്റെ. എന്തായി കുറച്ച് പേർക്ക് ഇവിടെ വരാൻ കാര്യം? യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് ആ വെളിപ്പാട് വീണ്ടും പ്രാപിക്കുക, അതാണ് ആരാധനയ്ക്ക് ആവശ്യം. അപ്പോൾ ആരാധന എങ്ങനെ എന്ന ഭാഗം നിങ്ങളിവിടെ കണ്ടു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ബഹുമാനത്തോടെ ദൈവത്തെ ആരാധിക്കണം. ആരാധനയിൽ മറ്റൊരു കാര്യം ആ വാക്യത്തിലുണ്ട്, അത് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിലേക്ക് നോക്കൂ. 31. നിക്ഷേപ പാത്രങ്ങളെ തുറന്നു. ഇപ്പം ആരാധന കണ്ണടച്ച് വേണം, സ്തുതിച്ചുകൊണ്ട് വേണം, പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എന്നൊക്കെ പറയുമ്പോഴും സുബോധവും വേണം. പാത്രങ്ങളെ തുറന്നു. വീണ് നമസ്കരിക്കുന്നതിനിടയിൽ
നിക്ഷേപപാത്രങ്ങളെ തുറന്നു. നിക്ഷേപപാത്രം കൊണ്ടു നടക്കാവുന്ന ലോക്കുള്ള ഷെൽഫുമായിട്ടാണ് അവർ പോകുന്നത്. സ്വർണം വെക്കണ്ടേ, അത് പൂട്ടി കൈ പിടിച്ചിരിക്കുക. പക്ഷേ എല്ലാ പൂട്ടും തുറക്കേണ്ട സ്ഥലമാണ് ദൈവസന്നിധി. ഒന്നും പൂട്ടി വെക്കരുത്. നിന്റെ മനസ്സിൻ്റെ പൂട്ട് രാവിലെ തുറക്കണം. ഒരു രഹസ്യവും മറച്ചു വെക്കരുത് ദൈവസന്നിധിയിൽ. ഇത്രയും മാസങ്ങൾ പൂട്ടിവെച്ച സാധനം തുറന്നു. മനസ്സിൻ്റെ ഭാരങ്ങളും ചിന്തകളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും എല്ലാം തുറക്കേണ്ട സ്ഥലമാണ് ദൈവസന്നിധി. നിക്ഷേപപാത്രങ്ങളെ തുറന്നു. ആരാധനയ്ക്ക് സുബോധം ആവശ്യമാണ്. സ്തുതിയും സ്തോത്രവും വീണു വണങ്ങുന്ന അനുഭവവും മാത്രമല്ല, തുറക്കേണ്ടതൊക്കെ തുറക്കണം. ഒന്നും മറച്ചു വെച്ചുകൊണ്ട് പോകരുത്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ കാണുന്നു, എന്നെ സഹായിക്കണമെന്ന് തുറന്ന ദൈവത്തോട് പറഞ്ഞാൽ അനുഗ്രഹമായിരിക്കും. ഇവിടെ തുറന്നത് നിക്ഷേപപാത്രങ്ങളാണ്. ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവൻ്റെ സ്വർണ്ണമാണ്. ഒരു മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവനും അവൻ്റെ പണത്തിലാണ്. എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെ. ഒരു കല്യാണ ആലോചന വരുമ്പം ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാ? പണത്തിനാ. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഒന്നാം സ്ഥാനം പണത്തിനാ. അല്ലെന്ന് പറയുന്നെങ്കിലും സത്യത. സത്യം ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് പൈസയില്ല, ഉടക്കി വെച്ചിരിക്കുക. മിശിഹാ തമ്പുരാൻ നമ്മളെക്കാൾ അറിവുള്ള ആളല്ലേ? മിശിഹാ തമ്പുരാൻ പറഞ്ഞു, നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കും. ആരാധനയിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് തുറന്നു, എടുത്തു, ഒന്നുകൂടെ നോക്കി. ഓ, ഇത്രയും കൊടുക്കണോ? വേണ്ട, ഇച്ചിരിയുടെ ചെറുതെടുക്കാം. ഓ, ഇത്രയും വേണ്ട, ഇച്ചിരിയുടെ ചെറുതെടുക്കാം. ഇല്ല, അവർ തുറന്നു. അവർക്കുള്ളതിലേറ്റവും മികച്ചത് അവരെ കാൽക്കൽ വെച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്നു. പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. ആ വെച്ച സാധനം എന്ത് ചെയ്തു? ആ വെച്ച സാധനം ആരും ഉണ്ടോ? എന്ത് ചെയ്തു? ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ വേദോത്സവം വ്യാഖ്യാനിക്കുന്നവർ കണ്ടെത്തിയ കാര്യം പറയാം. ഇവിടുന്ന് ജോസഫും മേരി എങ്ങോട്ടാണ് പോയെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈജിപ്തിലോട്ടാ. എത്ര ദൂരമുണ്ട്? അവിടെ വല്ല ഹോട്ടലുണ്ടോ അവർക്ക് താമസിക്കുക? കൈക്കുഞ്ഞ. അനേക നാളുകൾക്ക് ശേഷം തിരിച്ചു വരുന്നത്. ആ യാത്രയ്ക്ക് മുഴുവനുള്ള ചെലവായിരുന്നു ഈ പണം. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ചെലവ് വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എത്ര ചെലവുണ്ടോ അത് ഇന്ന് കരുതും. നാളെ എത്ര ചെലവുണ്ടോ അത് അന്ന് കരുതും. ഭാരപ്പെടണ്ട. ഇത് വിശ്വസിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാം. അനുഭവത്തിൻ്റെ പിൻബലത്തോടെ പറയുന്നു. ഇന്ന് എത്ര ചെലവുണ്ടോ അത് ഇന്ന് കരുതും. നാളെ എത്ര ചെലവുണ്ടോ അത് നാളെ കരുതും. അതുകൊണ്ട് ഇന്ന് നാളെ ഓർത്ത് കരയേണ്ട. കരുതുന്നൊരു ദൈവം ഉണ്ട്. സത്യം. ആരാധന പൂർണ്ണ ശക്തിയോടെ വേണം. ആരാധന പൂർണ്ണ ബഹുമാനത്തോടെ വേണം. ആരാധന അർപ്പണത്തോടെ വേണം. നമുക്കുള്ളതിലേറ്റവും വിലയേറിയത് കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുവാൻ ആരാധനയിൽ നമുക്ക് കഴിയട്ടെ. ഈ ഭാഗത്തുനിന്ന് ആരാധനയെക്കുറിച്ച് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോണത്, അവിടെ ലോകം ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് മേരി, രണ്ട് ജോസഫ്. മേരിയെ ആരാധിച്ചില്ല, ജോസഫിനെ ആരാധിച്ചില്ല.
ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. മേരിയെ ആരാധിക്കരുത്, ജോസഫിനെ ആരാധിക്കരുത്. ആരാധന ക്രിസ്തുവിന് മാത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആരാധന യേശുവിന് മാത്രം, ആരാധന ദൈവത്തിന് മാത്രം, ആരാധന കർത്താവായ യേശുവിന് മാത്രം. കർത്താവിൻ്റെ അമ്മ മേരിയെ ബഹുമാനിക്കാം, അപ്പനെ അമ്മയും ബഹുമാനിക്കാം, നമ്മുടെ അപ്പനെ അമ്മയും ബഹുമാനിക്കാം. പക്ഷെ നമ്മുടെ അപ്പനെ അമ്മയെ ആരാധിക്കരുത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, ആരാധിക്കേണ്ടവരെ മാത്രം ആരാധിക്കണം. ഇതിനുള്ള വെളിവാണ് മനുഷ്യർക്കുണ്ടാകേണ്ടത്, ഇതിനുള്ള പരിജ്ഞാനമാണ് മനുഷ്യർക്കുണ്ടാകേണ്ടത്. മേരിയെ അവർ ആരാധിച്ചില്ല, ജോസഫിനെ അവർ ആരാധിച്ചില്ല. ഇനിയും ദൈവദാസന്മാരെ ആരാധിക്കാവോ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരെ. ക്രിസ്തീയ ശുശ്രൂഷയിൽ മികച്ച ശുശ്രൂഷ ചെയ്ത ഭക്തന്മാരുണ്ട്. പണ്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. അവരെ നമുക്ക് ആരാധിക്കാവോ? അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. പിറ്റേനാൾ കൈസരയിൽ എത്തി അവിടെ കൊർന്നേല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. കേട്ടോ, പത്രോസ് ആണല്ലോ ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ, ആദ്യത്തെ പാത്രിക്കീസ്. അദ്ദേഹത്തെ നമസ്കരിക്കാമോ? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് കുമ്പിടാമോ? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീഴാമോ? നോക്കൂ, ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അടുത്ത വാക്യം എന്താണ്? പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. പത്രോസ് അത് തടഞ്ഞു, പാടില്ല എന്ന് തീർത്തു പറഞ്ഞു. പാടില്ല. നിങ്ങൾക്കറിയാമോ, പത്രോസ് ഒന്നും മിണ്ടാതിരുന്നാൽ മതി. ആരാധിച്ചു എന്ന് പറയുമൊന്നും വേണ്ട, സൈലൻ്റ് ആയിരുന്നാൽ മതി. പത്രോസ് ദൈവമാവും. 1-2 ആഴ്ച കഴിയുമ്പോൾ, 1-2 വർഷം കഴിയുമ്പോൾ പത്രോസ് ദൈവമാവും. ഇപ്പം തന്നെ ആക്കി വെച്ചിട്ടുണ്ട് പലരും. പത്രോസ് വലിയ ശബ്ദം ഉണ്ടാക്കി, പാടില്ല, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അടുത്ത 2-3 അധ്യായങ്ങൾ കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ പൗലോസ് വലിയ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അവിടെയുള്ള ഭക്തന്മാരായ ആളുകൾ ഓടി വന്ന് പൗലോസ് ശ്ലീഹായുടെ മുമ്പിൽ യാഗം കഴിച്ച് ആരാധിക്കാൻ വന്നു. പൗലോസ് ഓടിച്ചെന്ന് വസ്ത്രം കീറിയിട്ട് പറഞ്ഞു, ചെയ്യരുതേ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ഞങ്ങൾ ദൈവദാസന്മാരാണ്, ഞങ്ങളെ ആരാധിക്കരുത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വന്ന പുണ്യവാളന്മാരെന്നോ വിശുദ്ധന്മാരെന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്ന ആളുകളെ ആരാധിക്കാൻ പാടില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. വിശുദ്ധന്മാരെ ആരാധിക്കരുത്. വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലോട്ട് നമുക്ക് പോകാം. എട്ടാമത്തെ വാക്യം 22:8. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. കേട്ടോ, കുറേ മണിക്കൂറുകളായി ദൈവത്തിൻ്റെ ഒരു ദൂതൻ യോഹന്നാൻ എന്ന അപ്പോസ്തലനെ സ്വർഗീയ കാഴ്ചകൾ കാണിക്കുകയാണ്. എന്തൊരു വലിയ ഭാഗ്യമാണ്. നമ്മളാരും ഞാൻ ദൂതനെ കണ്ടിട്ടില്ല.
ഒരു ദൂതനെ കണ്ടു എന്ന് മാത്രമല്ല, മണിക്കൂറുകൾ ദൂതൻ യോഹന്നാനെ ഇങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് നടന്ന് സ്വർഗീയ കാഴ്ചകൾ കാണിച്ചു. വായിച്ചോ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. ആമേൻ. എന്നാൽ അവൻ മതി. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളിത് ഗ്രഹിക്കുന്നുണ്ടോ? ഇതെല്ലാം കാണിച്ച ദൂതൻ്റെ മുമ്പിൽ ഞാൻ വീണു നമസ്കരിച്ചു. ഇതൊരു തെറ്റാണോ? ദൂതൻ്റെ മറുപടി കേൾക്കുക. അവൻ എന്നോട് അതരുത്. അതരുത്. ഏതരുത്? ദൂതനെ നമസ്കരിക്കരുത്. ദൈവദൂതനെ നമസ്കരിക്കരുത്. അപ്പോൾ പിന്നെ ആരെ നമസ്കരിക്കാം? സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ, മനുഷ്യവാസമില്ലാത്ത, മനുഷ്യ ശരീരമില്ലാത്ത ആ മഹാദൂതനെ നമസ്കരിക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. അടുത്ത വാചകം പ്രത്യേകം നോട്ട് ചെയ്തു കൊള്ളുക. ദൈവത്തെ നമസ്കരിക്കുക. സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ പറയുകയാണ്, ദൈവത്തെ നമസ്കരിക്കുക. ദൂതനെ നമസ്കരിക്കാൻ പാടില്ല. വിശുദ്ധന്മാരെ നമസ്കരിക്കാൻ പാടില്ല. സ്വോത്രം, 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 സ്വോത്രം. ഒരു കാര്യം കൂടെ കാണിക്കാം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ പുസ്തകം, മത്തായി 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? സാത്താൻ. സാത്താനെ നമസ്കരിക്കരുത്. സാത്താനെ നമസ്കരിക്കരുത്. ശ്രദ്ധിച്ചു കൊള്ളുക. സാത്താൻ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അവനെ ആരാധിക്കാൻ കുറച്ച് മനുഷ്യർ വേണം. ആരാധിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർക്ക് നല്ല കാല. ബൈബിൾ വായിച്ചത് കേട്ടില്ലെങ്കിൽ ഞാൻ വായിക്കാം. വീണ് എന്നെ നമസ്കരിച്ചാൽ ഈ ലോകത്തുള്ളത് എന്ത് വേണേലും നിനക്ക് തരാം. ഈ സാത്താൻ്റെ ആരാധനയിൽ പാവപ്പെട്ടവരല്ല കൂടുന്നത്, കോടീശ്വരന്മാരാ കൂടുന്നത്. നിന്നെ ഞാൻ കോടീശ്വരനാക്കാമെന്ന് സാത്താൻ പറയുന്നു. അപ്പം കോടീശ്വരനാകാനാണെങ്കിൽ അതാ നല്ലത്, സ്വർഗത്തിൽ പോകാനാണെങ്കിൽ ഇതാ നല്ലത്. സ്വതന്ത്രം. നമുക്കൊക്കെ സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കോടീശ്വരനാകാം. മറ്റേ TV വരുന്നില്ലേ, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അതെ, അതിന് നിങ്ങൾ യേശുവിനെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് പിശാചിനെ വിളിക്കുക. ഇത് സത്യമായ ഉപദേശമായി പറയുന്നു. പിശാച് പറയുക, വീണ് എന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്ന ഏത് പ്ലോട്ടും ഞാൻ നിനക്ക് മേടിച്ചു തരാം, ഈ ഏത് കാറും ഞാൻ നിനക്ക് മേടിച്ചു തരാം, ഏത് പൊസിഷനും ഞാൻ നിനക്ക് തരാം. അങ്ങനെയാണോ എന്ന് വീട്ടിൽ പോയി ബൈബിൾ വായിച്ചു നോക്ക്. ലോകത്തിൻ്റെ മുഴുവൻ മഹത്വവും അവരെ കാണിച്ചു. അതിനുവേണ്ടി നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്നെ നമസ്കരിച്ചാൽ മതി. അപ്പോൾ ആരാധന ചോദിക്കുന്ന ഒരു വ്യക്തി ലോകത്തിലുണ്ടെങ്കിൽ അത് പിശാച. ഇവിടെ ഒരു സത്യം ഓർക്കണം. മറ്റാരെയെങ്കിലും, ക്രിസ്തുവിൻ്റെ അമ്മയെയോ പുണ്യപുരുഷന്മാരെയോ ആരാധിക്കാൻ നിങ്ങൾ വശീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ പുറകിൽ സാത്താനാണെന്ന് ഓർക്കുക. തെറ്റായ മുഴുവൻ ആരാധനയുടെയും പുറകിൽ ഇവൻ ഇരിപ്പുണ്ട്. കാരണം അവൻ ഏറ്റവും വേണ്ടത് ആരാധനയാണ്. എന്താ അതിൻ്റെ കാരണം? കാരണം നിസ്സാരമാണ്. അവൻ ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചതാണ് അവൻ സാത്താനാകാൻ കാരണം.
അവൻ ആരാധന കൊതിയനാണ്, എന്നാൽ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. കർത്താവ് ആരാധന കൊതിയനല്ല, അവൻ അതിന് യോഗ്യനാണ്. എന്നാൽ ഇവൻ ആരാധന കൊതിയനാ. ഇവൻ പറയുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ നിനക്ക് നീ പറയുന്ന ഞാൻ തരാം, നീ പറയുന്ന വീട് ഞാൻ നിനക്ക് മേടിച്ചു തരാം, നീ പറയുന്ന ഹോട്ടലിൽ നിന്നെ താമസിപ്പിക്കാം, നീ പറയുന്ന സ്ത്രീയെ നിനക്ക് കല്യാണം കഴിക്കാം. കുറെ പേർക്ക് താല്പര്യമല്ലേ? ഈ ചർച്ചിൽ കർത്താവിനെ വിളിക്കാൻ വരുന്നവർക്ക് പോലും ഇതൊരു പ്രലോഭനമാണോ? ആണെങ്കിൽ അവരുടെ കാര്യം കുഴയും. ഇവിടെ ഒരു ബാലൻസ് തെറ്റാതിരിക്കണം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന വചനത്തിലുണ്ടല്ലോ. അതെ, സാമ്പത്തിക നന്മ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു സൂക്ഷ്മമായ പരിജ്ഞാനം പ്രാപിക്കണം. മറ്റിടത്ത് ഒരുത്തൻ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, നിന്നെ ഞാൻ ധനവാനാക്കാം, നീ എന്നെ നമസ്കരിച്ചാൽ മതി. സാത്താനെ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ധനികരാകാമെന്ന് സാത്താൻ പറയുന്നു. ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. പിന്നെ പിശാച് യേശുവിനെ ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും. ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പാരീസിലും ലണ്ടനിലും ന്യൂയോർക്കിലും ചിക്കാഗോയിലും വെയിൽസിലും ടൊറൻറ്റോയിലുമൊക്കെ ഒന്ന് കറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. ന്യൂയോർക്ക് സിറ്റി കൂടെ രാത്രി 12 മണിക്ക് പോയാൽ അത് സ്വർഗമാണെന്ന് പറഞ്ഞാൽ നേരാണോ എന്ന് തോന്നിപ്പോവും. മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്വഭാവം ഉണ്ടല്ലോ, മ്ലേച്ഛത, മൃഗീയ സ്വഭാവം ഉണ്ടല്ലോ, അത് മുഴുവൻ കാണാൻ നിങ്ങൾക്ക് അങ്ങനെയുള്ള പട്ടണത്തിൽ നിന്നാം. അതിനെല്ലാം അഴിച്ചുവിട്ട സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക വലിയ പട്ടണങ്ങളിൽ. ഇത് മുഴുവൻ പിശാച് കാണിച്ചു വെച്ചത്, ഇത് നിനക്ക് തരാമെന്ന്. ഒരു ദിവസം ഒരു മുറിക്ക് 2 ലക്ഷം രൂപ, ഒരു ദിവസം ഒരു മുറിക്ക് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് താമസിക്കുന്നവരുണ്ടെന്ന്. ഒരു ദിവസം 12 മണിക്കൂർ ഒരു മുറി താമസിക്കാൻ 2 ലക്ഷം രൂപ. ഒരു മാസമല്ല കേട്ടോ, ഒരു ദിവസം. ഇതാ ലോകം, ഇതാ പിശാച് കാണിച്ചത്. ഇത് നിനക്ക് തരാമെന്ന്. ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? അത് കിട്ടിയിട്ട് ദൈവം തന്നാന്നങ്ങ് പറഞ്ഞാൽ പോരെ? ലോകത്തിൻ്റെ മഹത്വം നീ തേടുന്നെങ്കിൽ പിശാച് നിന്നെ വലയ്ക്കും. ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. പിന്നെ പിശാച് അവനെ ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. സാത്താനെ നമസ്കരിക്കരുത്. കർത്താവിൻ്റെ മറുപടി ഇത്ര നേരം മയത്തിനൊക്കെയാണ് പറഞ്ഞത്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ന്യായമായ മറുപടിയാണ് പറഞ്ഞത്. ഇവിടെ മറുപടിയൊന്നും അല്ല, ഇവിടെ ഗെറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞത്. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ. മതി, ഇംഗ്ലീഷ് വായിച്ചു നോക്കണം. കമാൻഡ് ചെയ്യുക ചെയ്ത്. ഇനി ഇവനോട് ന്യായമൊന്നും പറയുന്നില്ല, ഇനി വാക്യവും പറയുന്നില്ല. ഗെറ്റ് ഔട്ട്. ഇങ്ങനെ പറയാനുള്ള ഗഡ്സ് ഉണ്ടാവണം. ലോകത്തിൽ ഒന്നും വേണ്ട എനിക്ക്, ദൈവത്തെ ആരാധിച്ചാൽ മതി. മുന്നമേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പട്ടിണി കിടക്കാൻ അവൻ സമ്മതിക്കുകയില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ മുടങ്ങാൻ അവൻ സമ്മതിക്കുകയില്ല. കുറച്ച് മുമ്പേ പറഞ്ഞേ ഉള്ളൂ, നാളത്തെ ആവശ്യം എത്രത്തോളമുണ്ടോ അതിനുവേണ്ടി നാളെ വരുമ്പോൾ കരുതാൻ ദൈവത്തിന് അറിയാം. പക്ഷേ ഇതിൻ്റെ പിറകെ പോകരുതെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ആരാധന, ഇതാണ് ഇന്നത്തെ വിഷയം. ആരാധനയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിച്ചു. ഇനി നമുക്ക് ബൈബിൾ അടയ്ക്കാം, കണ്ണുകളടയ്ക്കാം, ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ആരാധനയോട് ബന്ധപ്പെട്ട്
നമ്മൾ ഇന്ന് എന്തെല്ലാം കണ്ടു? ഹല്ലേലൂയ. ആരാധന പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ വേണം. ആരാധന ബഹുമാനത്തോടെ, അതീവ ബഹുമാനത്തോടെ വേണം. ആരാധന സുബോധത്തോടെ വേണം. നിനക്ക് ഏറ്റവും വിലയേറിയത് ദൈവത്തിന് അർപ്പിക്കാൻ നിനക്ക് കഴിയുമെങ്കിലേ ആരാധന പൂർണ്ണമാകുകയുള്ളൂ. ആരാധനയ്ക്ക് വേണ്ടത് ദിവ്യ വെളിപ്പാടാണ്. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൻ സർവശക്തൻ്റെ ചിത്രം ആ കുഞ്ഞിൽ കാണാൻ അവന് കഴിഞ്ഞു. ആരാധനയ്ക്ക് ഒരു ദിവ്യ വെളിപ്പാട് ആവശ്യമാണ്. ആരാധന യേശുവിൻ്റെ അമ്മയെ ആരാധിക്കരുത്, ജോസഫിനെ ആരാധിക്കരുത്, വിശുദ്ധന്മാരായ ശുശ്രൂഷകന്മാരായ അപ്പോസ്തോലന്മാരെ ആരാധിക്കരുത്, സ്വർഗത്തിലെ ദൂതന്മാരെ ആരാധിക്കരുത്, സാത്താനെ ആരാധിക്കരുത്. ആരാധന ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമുണ്ടെങ്കിൽ അത് പിശാചാണ്. പിശാച് ആരാധന കൊതിയനാണെങ്കിൽ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. പിശാച് പറയുന്നു, ഓഫർ ചെയ്യുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ നിന്നെ ഇവിടുത്തെ കോടീശ്വരനാക്കാം. നീ എന്നെ നമസ്കരിച്ചാൽ നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് തരാം. യേശു പറഞ്ഞു, എന്നെ വിട്ടു പോ. നമുക്കിന്ന് ആരാധനയിൽ ഒരു പുതിയ ദർശനം പ്രാപിക്കാം. ആരാധനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് സാത്താനോട് തുറന്നടിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ബഹുമാനത്തോടും തുറന്ന ഹൃദയത്തോടും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് എത്ര പേർ സമർപ്പിക്കും? മറ്റാരെയും മറ്റൊന്നിനെയും ആരാധിക്കയില്ല എന്ന് ഇന്ന് ഒരിക്കൽ കൂടെ എത്ര പേർ സമർപ്പിക്കും? ലോകത്തിലെ യാതൊരു നന്മയ്ക്കും വേണ്ടിയല്ല ഞാൻ കർത്താവിനെ ആരാധിക്കുന്നതെന്ന് തിരിച്ചറിവോടെ എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് ഈ വചനം ഞങ്ങൾ ധ്യാനിച്ചു. ഇത് അവിടുത്തെ ജനത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും മനസ്സിൽ നിന്നിത് മാറിപ്പോകാതെ നിലനിൽക്കുന്ന ആത്മീയ അനുഭവങ്ങളിലേക്ക് ഈ വചനത്താൽ ഇവരെ മാറ്റണമേ. ഈ കൊച്ചു കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. ഈ വചനം കേട്ട എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ മനസ്സിന് ഇന്ന് പകലിലൊരു സൗഖ്യം കൊടുക്കണമേ. ഇവരുടെ ശരീരത്തിന് ഇന്ന് പകലിലൊരു സൗഖ്യം കൊടുക്കണമേ. ഇവരുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം ഇന്ന് പകലിൽ വരുത്തണമേ. കെട്ടുകളെ ഇന്ന് പകലിൽ അഴിക്കണമേ. ഈ ആരാധനയിൽ ഇന്ന് പങ്കെടുക്കുന്നവർ, വചനം കേൾക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ, സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, സമാധാനം പ്രാപിക്കട്ടെ, പ്രത്യാശയുള്ളവരായി തീരട്ടെ, ഹൃദയം വികസിക്കട്ടെ, നിരാശകൾ മാറിപ്പോട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രവചിക്കുന്നു. ഇവർ ആരോഗ്യം പ്രാപിക്കണം, ഇവർ സ്വാതന്ത്ര്യം പ്രാപിക്കണം, ഇവർ പരിജ്ഞാനം പ്രാപിക്കണം, ഇവർ നിത്യതയുടെ ദർശനം പ്രാപിക്കണം. ഇവരോരോരുത്തരും സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരട്ടെ. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതെ, നിനക്ക് കഴിയും കർത്താവേ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇന്ന് കാണുന്നത് പോലെ അല്ല നാളെ അവർ ശക്തരായി തീരട്ടെ, നാളെ അവർ വിശുദ്ധരായി തീരട്ടെ, നാളെ അവർ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടട്ടെ. ഇവർ നിമിത്തം ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ നിമിത്തം ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ കൈവെക്കുന്ന എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ വീടിന്മേൽ പിശാചിനൊരു അവകാശം ഉണ്ടാകരുത്. അവരുടെ സമ്പത്തിന്മേൽ, അവരുടെ ആരോഗ്യത്തിന്മേൽ, അവരുടെ സന്താനത്തിന്മേൽ പിശാച് അവകാശം പറയരുത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു.
യഥാർത്ഥ സത്യാരാധനയുടെ വെളിപ്പാട് നിന്റെ ജനത്തിന് നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം.